ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. ക്രിസ്റ്റഫർ നോളൻ രചനയും സംവിധാനവും നിർവഹിച്ച് പുതുതായിട്ട് ഇറങ്ങാൻ പോകുന്ന ഒരു ഹോളിവുഡ് ഫിലിമാണ് ദ ഒഡീസി. മാറ്റ് ഡമൺ, ടോം ഹാളൻ, റോബർട്ട് പാറ്റിൻസൺ, അന്ന ഹാത്വേ, സെൻഡായ എന്നിവരെല്ലാവരുമാണ് പ്രധാന വേഷങ്ങളിലായി എത്തുന്നത്. അപ്പോൾ ഇതൊരു ഗ്രീക്കിലെ ഒരു ഹോമർ എന്ന ഒരു പുള്ളിക്കാരൻ്റെ ഒരു പുരാതനമായ ഒരു ഗ്രീക്ക് എപ്പിക്കാണ് ഒഡീസി. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ എപ്പിക് ആക്ഷൻ ഫാൻറ്റസി ചിത്രമാണ് ദി ഒഡീസി. അപ്പോൾ ഇതിൽ മെയിൻ ക്യാരക്ടറാണ് ദ ഒഡീസിയസ് ആയിട്ട് അഭിനയിക്കുന്നതാണ് മാറ്റ് ഡമൺ. നിങ്ങൾക്കറിയാം, ഇൻട്രസ്റ്റെല്ലാർ, ഓപ്പൺ ഹേമർ എന്നീ സിനിമയിലൊക്കെ അഭിനയിച്ച നടനാണ്. ആൻഡ് നോളൻ്റെ സിനിമകളിൽ സാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു നടനും കൂടെയാണ്. അപ്പോൾ ഫുൾ ഷോട്ട് ചെയ്തിരിക്കുന്നത് ഐമാക്സ് ക്യാമറയിലൊക്കെയാണ്. അപ്പോൾ നോളനാണ്. അപ്പോൾ നോളൻ്റെ പടം എങ്ങനെയാണ് എന്താണെന്നൊക്കെ നമുക്കറിയാം. സോ ഇതൊരു കിടിലൻ പരിപാടി എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. മൊത്തത്തിലൊരു നല്ല കാസ്റ്റ് ആൻഡ് ക്രൂവും കൂടെയാണ്. അപ്പോൾ നമുക്ക് കണ്ടുനോക്കാം. അപ്പോൾ നോളൻ തന്നെയാണ് ഈ സിനിമ പ്രൊഡ്യൂസും ചെയ്യുന്നത്. ആൻഡ് നോളൻ്റെ ഭാര്യ എമ്മ തോമസും ഉണ്ട്. അപ്പോൾ ഇവരൊരു എന്താ പറയുക, ഒരു ഹെൽത്തി പാർട്ട്നേഴ്സാണ് അപ്പോൾ ഈ കാര്യങ്ങളിലും കൂടെ. അപ്പോൾ അത് നമുക്ക് കണ്ടുനോക്കാം. ഒഡീസി ഒഫീഷ്യൽ ട്രെയിലർ. യൂണിവേഴ്സൽ, സിൻകോപ്പി, ഹിസ്റ്റോറിക്കൽ പടം, യുദ്ധം, വാറൊക്കെ ഉണ്ട്. ഫുൾ ഐമാക്സ് ക്യാമറാസിലും കാര്യങ്ങളിലാണ്. മാറ്റ് ഡമൺ. എന്താണ് ടോം ഹോളണ്ട്, അന്ന ഹാത്വേ. വിഷ്വലൊക്കെ ഫ്രം ക്രിസ്റ്റഫർ നോളൻ. അതാണ് ഗൈസ് ആ ഒറ്റ പേര്, ഫ്രം ക്രിസ്റ്റഫർ നോളൻ. ആ പേരിലാണ് ആ ബ്രാൻഡ്. പടം എന്താകട്ടെ അല്ലെങ്കിൽ കാസ്റ്റാൻ്റെ കാര്യങ്ങൾ എന്താകട്ടെ, ആരുടെ പടം? നോളൻ്റെ പടം, ക്രിസ്റ്റഫർ നോളൻ്റെ പടം. അത് തന്നെയാണ് ആ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇത്രയും വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാവരും പ്രേരിപ്പിക്കുന്നത്. ആൻഡ് ഇതുവരെ കണ്ടതിൽ ഈ ട്രെയിലറും അല്ലെങ്കിൽ സിനിമ ചെയ്തിരിക്കുന്നത് ഫുൾ ഐമാക്സ് ക്യാമറയും കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് വിഷ്വൽസൊക്കെ കൊള്ളാം. എനിക്ക് തോന്നുന്നു ഹിസ്റ്റോറിക്കൽ പടമല്ല. അപ്പോൾ തുടക്കത്തിലൊക്കെ എനിക്ക് തോന്നുന്നു നിങ്ങൾ നോളൻ സിനിമയെ കണ്ട് കാണും, വളരെ സ്ലോ പേസ്ഡ് ആയിട്ട് പോകും. അപ്പോൾ അതുപോലെ ആയിരിക്കും പോകാനാണ് ചാൻസ് കൂടുതലാണെന്ന് തോന്നുന്നത്. കണ്ടിട്ട് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മളെ ഇഷ്ട കഥാപാത്രം ടോം ഹാളൻ്റെ ഒക്കെ ഉണ്ട്, സ്പൈഡർമാനൊക്കെ. അപ്പോൾ കാണാം. ബീജിയം വേണ്ട, ആ ഒരു ഇന്റൻസിറ്റി. ഏലിയനാ എന്തൊക്കെയാണ് ഇങ്ങനെ കാണിക്കുന്നത്? സമ്മറിനാണ് അവ പടം വരുന്നത്. സത്യം എന്തൊക്കെയാ കാണിക്കുന്നുണ്ട് കേട്ടാ. ആ ഗുഹയ്ക്കകത്ത് പോയപ്പോ ഒരു ഏലിയൻ പോലെ എന്തോ വന്ന്. ഇത് പിന്നെ കഥയിലുള്ളതാണോ, അത് എനിക്ക് തോന്നിയതാണോ ഇനി? പക്ഷെ അതായത് നോളൻ്റെ ഒരു സിനിമയെ ട്രെയിലർ വന്ന് നമുക്കിങ്ങനെ എന്താണ് അടുത്ത് വരുന്നതെന്ന് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. കാരണം ആ ഒരു ആൻറ്റിസിപ്പേഷൻ നോളൻ്റെ ട്രെയിലറിലായാലും സിനിമയിലും ഉണ്ട്. കാരണം പുള്ളി ഒരു എന്താ ഫ്രഷ്നെസ് തരുന്ന ആളാണ്, അല്ലെങ്കിൽ പുള്ളി ഒരു വെറൈറ്റി സാധനം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് പുള്ളി. എന്ന് വെച്ചാൽ പുള്ളിക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്യും. ആ ഓഡിയൻസിന് എങ്ങനെ കണക്ട് ആവുന്നുള്ളതൊക്കെ സെക്കൻഡ് കാര്യമാണ് സത്യം പറഞ്ഞാൽ. പിന്നെ അതൊക്കെ നമ്മൾ കുറേ ഇങ്ങനെ ആലോചിച്ച് കുറേ മണ്ടേയിട്ട് കുഴപ്പി എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതിലും കണ്ട ആ ഒരു ഗ്രേ ഷെയ്ഡിലാണ് ക്യാമറയും കാര്യങ്ങളൊക്കെ പിടിച്ചിരിക്കുന്നത്. കളർ ഗ്രേഡിംഗ് ഒക്കെ കൊള്ളാം. പിന്നെ അത് എന്തൊക്കെയോ ഉണ്ട് സിനിമയിൽ. ആ ബീജും ആ ഒരു ഇന്റൻസിറ്റി. തൊഴട്ടെ. ദി ഒഡീസി യുദ്ധമുണ്ട് ഗൈസ്. 7/17/2026. ഷോട്ട് എൻറ്റയർലി വിത്ത് ഐമാക്സ് ഫിലിം ക്യാമറസ്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്,
in theaters with special engagements in 70mm, 35mm and IMAX film. Shot entirely with IMAX film cameras. ഓക്കേ, അങ്ങനെ ഐമാക്സിലാണ് മൊത്തം എടുത്തു വച്ചിരിക്കുന്നത് ഗൈസ്. ഞാൻ പറയില്ലേ, അപ്പോൾ സിനിമ വരുന്നുണ്ട് അടുത്ത വർഷം, എന്തായാലും ഉണ്ടാവും സിനിമ. എനിക്ക് തോന്നുന്നു ജൂലൈ മാസങ്ങളിൽ സമ്മറിലാണ് സിനിമ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് അത്രയും വാവൊന്നും അടിച്ചില്ല, ബട്ട് നല്ലൊരു ട്രെയിലർ തന്നെയാണ്. പിന്നെ ഫുൾ ഐമാക്സ് ക്യാമറസിലാണ് ഷോട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെതായ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. കാരണം പുള്ളി ഒരു എന്താ പറയുക, ഒരു വെറൈറ്റിയും കാര്യങ്ങളൊക്കെ എപ്പോഴും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് പുള്ളി. ഇപ്പോഴും പുള്ളി എന്താ പറയുക, ഈ സോഷ്യൽ മീഡിയസിലില്ല, അല്ലെങ്കിൽ ഫോണൊന്നും അധികം ഉപയോഗിക്കാത്ത ആളെന്നൊക്കെ പറയുന്നു. പക്ഷെ ഇങ്ങനെയാണ് ഇത്രയും വലിയൊരു ഡയറക്ടർ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ആക്ടേഴ്സിനോടുള്ള കമ്പയിൻ ചെയ്യുന്ന ഒരാൾ എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയയും ഇമെയിലും കാര്യങ്ങൾ മാത്രമേ എന്തോ ഉള്ളൂ, സോഷ്യൽ മീഡിയാസ് ഒന്നും ഇല്ല, ആൻഡ് ഫോൺ അധികം ഉപയോഗിക്കാത്ത ആളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എത്രമാത്രം സത്യാവസ്ഥയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എങ്ങനെയാണ് അദ്ദേഹം അത്രയ്ക്കും, കാരണം ഒരാളെ നേരിൽ കണ്ട് എഴുതിയാണ് സ്ക്രിപ്റ്റ് ഒക്കെ കാണിച്ചു കൊടുക്കും അല്ലെങ്കിൽ കേൾപ്പിച്ചു കൊടുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയ്ക്കും ഡെഡിക്കേറ്റഡ് ആയിട്ട് എങ്ങനെയാണ് ഒരാൾക്ക് ഇരിക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം പുള്ളി അത്രമാത്രം തലയിൽ ബുദ്ധി ഉള്ളതുകൊണ്ടാണെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് വൺ വാവ് ഒന്നും തോന്നിയിട്ടില്ല. പക്ഷെ സംഭവം ഞാൻ പറഞ്ഞില്ലേ, ഹോമേഴ്സിന്റെ ഒരു പുരാതനമായ ഒരു ഗ്രീക്ക് എപ്പിക് ഒഡീസി, ആ ഒരു ഇതിനുമായിട്ട് ബന്ധപ്പെട്ട ബേസ്ഡ് ഓൺ അതാണ്. അത് ഒഡീസിയസ്, അത് മാറ്റ് ആക്ടറും കൂടെ വരുമ്പം ആ ഒരു യുദ്ധമുണ്ട്. എനിക്ക് ട്രോജൻ വാർ അങ്ങനെ ഒരു സംഭവം എന്തോ ആണ്. അപ്പോൾ ആ ഒരു യുദ്ധമുണ്ട്, അതാണ് തിരിച്ചു വരുമെന്ന് എനിക്ക് പ്രോമിസ് ചെയ്യുന്ന ചോദിക്കുമ്പോൾ മാറ്റ് ഡമൻ പറയുന്നത്, എനിക്ക് പറ്റിയില്ലെങ്കിലോ അല്ലെങ്കിൽ ഇല്ലെങ്കിലോ എന്നുള്ളൊരവസ്ഥ, വാട്ട് ഇഫ് ഐ കാണ്ട്. അപ്പോൾ ഒരു വൻ യുദ്ധത്തിന് പോകുന്നുണ്ട്, തിരിച്ചു വരുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ഇനി ഇത് വായിച്ചവർക്ക് അല്ലെങ്കിൽ ഇത് അറിയാവുന്നവർക്ക് ചിലപ്പോൾ നേരത്തെ അറിയാമായിരിക്കും. ഇനിയിപ്പം സിനിമയിൽ വേറെ വല്ല രീതിക്കായിരിക്കും എന്ന് അറിഞ്ഞൂടാ. ആൻഡ് ഈ സിനിമയിൽ ഇത് സെൻഡയ ഉണ്ടെന്ന് പറയുന്നു. സെൻഡയതിൽ ഞാൻ കണ്ടില്ല. ആൻഡ് റോബർട്ട് പാറ്റിൻസനും ഉണ്ടെന്ന് പറയുന്നു. റോബർട്ട് പാറ്റിൻസൺ അറിയാം, ഇപ്പം ലാസ്റ്റ് ബാറ്റ്മാൻ പുള്ളിയാണ് ചെയ്തത്. പിന്നെ ഒരു വാമ്പയർ നൈറ്റ്സ് അങ്ങനെ ഒരു സംഭവം ഉണ്ട്, ആ ഒരു സീരീസ് പോലത്തെ ടൈപ്പ്, അതിൽ ആ പുള്ളി നിങ്ങൾക്ക് അറിയാമായിരിക്കും റോബർട്ട് പാറ്റിൻസന്. പിന്നെ ടോം ഹാളൻഡ് ഉണ്ട്, പിന്നെ മാറ്റിന് നിങ്ങൾക്ക് അറിയാം ഇന്റർസ്റ്റെല്ലാർ, ഓപ്പൺഹൈമറിലൊക്കെ ഉള്ള ആളാണ്. അപ്പം മൊത്തത്തിൽ എനിക്കൊരു വാവ് ഫാക്ടർ തോന്നിയിട്ടില്ല. പക്ഷെ എന്നാലും നല്ല ട്രെയിലർ തന്നെയാണ്. ആ ഷോർട്സ് ആയാലും, ആ ഷോർട്സ് ഒക്കെ എങ്ങനെയാണ് പുള്ളി എടുക്കണമെന്നൊരു പിടിയില്ല. ഇതുപോലെ തന്നെ ഈ ജെയിംസ് ക്യാമറോണും അവരുടെയൊക്കെ വിഷൻ അല്ലെങ്കിൽ അവരുടെയൊക്കെ ആ ഒരു ടാലൻറ്റ്, അവരുടെ സ്കില്ല്, എന്നിട്ട് അവർ ഇത്രയും ഒരു സിമ്പിളായിട്ട് ഹമ്പിളായിട്ട് എല്ലാവരുടെയും മിങ്കിളായിട്ട് നിൽക്കുക എന്നുള്ളത് എനിക്കൊന്ന് ഈ രണ്ടുപേരുടെ ഒരു കമ്പാരിസൺ പോലെയല്ല. ഞാൻ കുറേ കാര്യങ്ങളിൽ നോളൻ ഒരിടത്ത് ഞാൻ കാണാറില്ല. അതിപ്പോൾ ഒരു എന്താ പറയുക, ഒരു പരിപാടി ആയാലും കാര്യങ്ങൾ ഞാൻ നോളൻ ഇതുമായിട്ടും ഒരുപാടിടത്തൊന്നും കണ്ടെത്തില്ല. ജെയിംസ് ക്യാമറോനെ പിന്നെയും കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അദ്ദേഹം നോളൻ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ ഒന്നും ഒരുപാട് കാര്യത്തിലേക്ക് ഇടപെടാത്ത ഒരാളായത് കൊണ്ടായിരിക്കാം, അറിഞ്ഞൂടാ. മൊത്തത്തിൽ ട്രെയിലർ നന്നായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് വൗ ഫാക്ടർ ഒന്നും അടിച്ചില്ല, പക്ഷെ നല്ല ട്രെയിലർ തന്നെയായിരുന്നു. സംതിങ് ഫിഷി ആയിട്ട് ഒരു നല്ല കിടിലം BGM ഉണ്ടായിരുന്നു, നല്ല ഇൻറ്റൻസിറ്റി ആയിട്ട് നല്ല ആ ഒരു എന്താ പറയുക, ഒരു സീരിയസ്നെസ്സിന് വേണ്ടിയിട്ടുള്ള ആ ഒരു BGM ആ ട്രെയിലർ മുഴുക്കെ അത് നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ ആ ഷോർട്സുകളും കാര്യങ്ങളും നന്നായിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു കിടിലൻ വാർ വരുന്നുണ്ട്. എന്തായാലും നല്ല സിനിമ ആവുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. പോയി ഇരുന്ന് കാണാൻ പറ്റിയ ഒരു സിനിമ. എനിക്ക് ആദ്യം തുടക്കം കണ്ടപ്പം ഒരു ഡോക്യുമെന്ററി തുടങ്ങുന്ന പോലെ തന്നെയാണ് തോന്നിയത്. അതിപ്പോൾ നിങ്ങൾ ഓപ്പൺഹൈമർ കണ്ടാലും അറിയാം, പക്ക ഒരു ഡോക്യുമെന്ററിയാണ്. പക്ഷെ എനിക്ക് ഓപ്പൺഹൈമർ ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ എന്താ പറയുക, ഒരുപാട് ഇംഗ്ലീഷ് സിനിമകളൊന്നും കാണാത്ത ഒരാളാണെങ്കിൽ നോളന്റെ സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ സിനിമയൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു ത്രില്ലിംഗ് ആണ്, എന്താണ് ഇവിടെ നടക്കുന്നത് നോക്കട്ടെ. പതിയെ ഇങ്ങനെ സ്ലോ പേസിൽ പടം ഡീറ്റെയിലിംഗ് ആയിട്ട് പോകുന്നുണ്ട് ഓപ്പൺഹൈമർ. അതിനെയാണ് കിലിയൻ മർഫിക്കൊക്കെ ഓസ്കാർ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അവരുടെ ടീമിന് തന്നെ 7-8 അവാർഡ് കിട്ടിയിട്ടുണ്ട് ഓപ്പൺഹൈമറിന്. ഇത് എനിക്ക് തോന്നുന്നു ഇതിൽ ഒരു നല്ല രീതിക്കുള്ള അവാർഡൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത്രയും കാലമായിട്ട് അപ്പം എന്താ പറയുക, ഒരു നല്ലൊരു ഇമ്പാക്റ്റ് ഈ സിനിമയ്ക്ക് ഉണ്ടാക്കാൻ പറ്റും. കാരണം ഓപ്പൺഹൈമറിലും ഈ ഓസ്കാർ അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടി, എല്ലാവരും ഒരു നല്ലൊരു ഹൈപ്പിലാണ്. അപ്പം നോളം വരട്ടെ, ഒഡീസി വരട്ടെ, നല്ലൊരു പടമാവട്ടെ. മിക്കവാറും നല്ല പടം ആവും.